Hi all, welcome to XandY Mission Olympiads. Olympiad exams പോലെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി സ്കോളർഷിപ്പ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഏരിയയിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായും നമ്മുടെ ചാനലിലുള്ള ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾ നിർബന്ധമായും കാണുക. ഇനി വരുന്ന വീഡിയോസും കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ ചോദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സാംസുകളിലൊക്കെ ചോദിക്കുന്ന സിമ്പിൾ ആയതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, let's go to the first question. What is the main function of the respiratory system in humans? വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പമ്പിങ് ബ്ലഡ് അല്ല, അത് എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഡൈജസ്റ്റിംഗ് ഫുഡ്, ഒബ്വിയസ്ലി ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. എക്സ്ചേഞ്ചിങ് ഗ്യാസസ്, റൈറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് നടക്കുന്നത്. ഫിൽട്ടറിംഗ് വേസ്റ്റ് അല്ല, അത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് അല്ലെ. അപ്പോൾ ഓരോ സിസ്റ്റത്തെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് വേണം. ഇത്തരത്തിലുള്ള എക്സാംസിലൊക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം അല്ലെ. എന്താണ് റെസ്പിറേഷൻ, അല്ലെങ്കിൽ റെസ്പിറേഷനിൽ എന്താണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക അല്ലെ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ദാറ്റ് വി ബ്രീത്ത്, റൈറ്റ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ എടുക്കുന്നു, അത് സെൽസിലേക്ക് എത്തുന്നു. അതേപോലെ ഗ്ലൂക്കോസും സെൽസിലേക്ക് എത്തുന്നു. ആ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഒരു റിയാക്ഷൻ നടക്കും അല്ലെ. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അപ്പൊ എന്ത് ചെയ്തു? ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെ, ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്, അത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവസാനം വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? തിരിച്ച് ലങ്സിലേക്ക് എത്തി ലങ്സ് വഴി പുറത്തേക്ക് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും അല്ലെ, എക്സൈൽ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫുൾ ആയിട്ട് മനസ്സിലാക്കണം. ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ബ്രീത്തിങ് എന്നുള്ളത് മാത്രമല്ല, റെസ്പിറേഷൻ എന്താണെന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഡൈജഷൻ ആണെങ്കിലും അബ്സോർപ്ഷൻ ആണെങ്കിലും അതേപോലെ സർക്കുലേഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് എന്താണ് എന്നുള്ളതും അതിൽ കുറച്ചും കൂടി ഹയർ ലെവൽ ആയിക്കൊണ്ട് നമുക്ക് ചിന്തിക്കുവാനും ആൻസർ ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, which process involved the division of single diploid cell? Okay, ഒരു സിംഗിൾ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n അല്ലെ, 2n സെൽ into 4 നോൺ ഐഡന്റിക്കൽ ഹാപ്ലോയിഡ് സെൽസ്. 4 നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ n, ഡിപ്ലോയിഡ് 2n, ഹാപ്ലോയിഡ് n അല്ലെ, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഈച്ച് വിത്ത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ഓഫ് ദ ഒറിജിനൽ സെൽ. ഒറിജിനൽ സെല്ലിനേക്കാളും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉണ്ടാവുക. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈറ്റോസിസ് ആണോ? മൈറ്റോസിസ് അതാണോ? അല്ല. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് 2ആയി മാറും, അത് രണ്ടും ഒരേ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉണ്ടാവുക. മിയോസിസ് ആണോ? ആണ് അല്ലെ, യെസ്. ബൈനറി ഫിഷൻ ആൻഡ് ബഡ്ഡിങ്, അത് രണ്ടും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ 2 മെത്തേഡ്സ് ആണ്. അവിടെയും പിന്നെ എന്തുണ്ടാവും? ഫ്ലോയിഡിറ്റിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരില്ല. സോ ഓപ്ഷൻ ബി, മിയോസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ ആദ്യം ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്, രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്കത് ആ പേസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. അത്തരത്തിൽ എന്ത് ചെയ്യുക? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസും കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചാനലിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫൗണ്ടേഷനിലൊക്കെ നമ്മളത് കൂടുതൽ വിശദീകരിച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, അതുവരെ ബൈ.